ഇദ്ദേഹം പ്രധാനപ്പെട്ട നേതാക്കളെ എല്ലാം കാണുന്നതോടുകൂടി ബംഗ്ലാദേശിലെ മുഹമ്മദ് യൂനിസ് എന്ന് പറയുന്ന ആളുണ്ടല്ലോ, ആ യൂനിസ് എന്ന് പറയുന്ന ആൾ നടത്തുന്ന അവകാശവാദങ്ങളെല്ലാം അവസാനിക്കും. ഇതിൽ 2 കാര്യങ്ങൾ ഓർക്കണം. ഒന്ന്, ഈ മനുഷ്യനാണ് പറഞ്ഞത് ഇന്ത്യയുടെ ഈ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ഉണ്ടല്ലോ, നമ്മുടെ പൂർവാഞ്ചലം എന്ന് പറയുന്ന സ്ഥലത്തെ 7 സംസ്ഥാനങ്ങളുണ്ട്, അതിൽ ബംഗാളും ഉൾപ്പെടുന്നുണ്ട്. ആ സംസ്ഥാനങ്ങൾ ബംഗാളിന് കടലുണ്ട്, മറ്റ് സംസ്ഥാനങ്ങൾക്കൊന്നും കടലേ ഇല്ല. ബംഗ്ലാദേശിന് മാത്രമേ കടലുള്ളൂ. അത് ചിറ്റഗോങ് തുറമുഖത്തോട് ചേർന്ന് കിടക്കുന്ന കടലാണ്. അതുകൊണ്ട് അവരെ ശ്വാസം മുട്ടിക്കാൻ നമുക്ക് കഴിയുമെന്നാണ് അവകാശവാദം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞത്. അതിപ്പോൾ തീരാൻ പോവുക. കൂടുതൽ ഇന്ത്യക്കെതിരെ കളി കളിച്ചാൽ ചൈനയോടുകൂടി അടുത്തുകൊണ്ട് ഇന്ത്യയുടെ അതിർത്തിയിൽ നിന്ന് വിമാനത്താവളങ്ങളൊക്കെ സ്ഥാപിച്ചു വെച്ചിട്ടുണ്ട്. ഇന്ത്യക്ക് ഭീഷണിയാണത്. നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് റഡാറിലൂടെ അവിടെ എന്താ നടക്കുന്നതെന്ന്. കൂടുതൽ കളിക്കാൻ വന്നതുണ്ടല്ലോ, ബംഗ്ലാദേശിനെ പാകിസ്ഥാനിൽ നിന്ന് അടർത്തി മാറ്റിയതുപോലെ ചിറ്റഗോങ് ഉണ്ടല്ലോ, ചിറ്റഗോങ് തുറമുഖം ഹിന്ദുക്കൾ ഭൂരിപക്ഷമുള്ള 90% ഹിന്ദുക്കളുള്ള പ്രദേശമാണ്. അത് ഇന്ത്യയുടെ കൂടി ഇങ്ങ് പോരും. അതുകൊണ്ട് മര്യാദയ്ക്ക് ഇരുന്നോണമെന്നൊരു വിരട്ടിയിരിക്കുകയാണ്. ഇതല്ലാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ സ്ട്രാറ്റജി. ഈ അജിത് ഡോവലാണ് പറഞ്ഞത്, പാകിസ്ഥാൻ ഈ സ്ഫോടനങ്ങൾ നടത്തുമ്പോൾ വി നോ ദ ഗെയിം ബെറ്റർ ദാൻ ദം, വി നോ ദ ഗെയിം ബെറ്റർ ദാൻ യു. കൂടുതൽ ആളാവരുത്. 21 പേരെ ഇസ്ലാമാബാദിൽ കൊന്നു ഇതുപോലുള്ള ചാവേർസ് ബോംബ് സ്ഫോടനത്തിൽ. വേറൊരു 21 പേരെ ഉൾനാടൻ പ്രദേശത്ത് കൊന്നു. നമ്മളൊന്നും ചെയ്തിട്ടില്ല, നമ്മളൊന്നും അറിഞ്ഞിട്ടുമില്ല. പക്ഷേ ചെയ്യേണ്ടത് ചെയ്യാൻ അവിടെ ആൾക്കാരുണ്ട്. ചെയ്യേണ്ടത് പകരം ചെയ്യാൻ അവിടെ ആൾക്കാർ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. തിരിച്ചടി അപ്പം തന്നെ. വയലിലെ പണിക്ക് വരമ്പത്ത് കൂലി കൊടുക്കാനുള്ള സംവിധാനം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നും ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇപ്പോൾ കണക്ഷൻസൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. പാകിസ്ഥാൻ 20 ലക്ഷം രൂപ ആണ്, 20 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയാണ് ഈ ഡോക്ടർ ഷഹീനെ ഉൾപ്പെടെ ആൾക്കാരെ ഇന്ത്യയെ ഒറ്റുകൊടുത്തതെന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഡോക്ടറായിട്ട് പർദ്ദയും വിട്ട് പരിശുദ്ധയായിട്ട് നടക്കുന്ന ആ സ്ത്രീ ഇത്രയും പേരെ കൊല്ലാൻ 20 ലക്ഷം രൂപ ആണ് വാങ്ങിച്ചിരിക്കുന്നത്. അതിനെ സംബന്ധിച്ച് അവർ തമ്മിൽ അടിപിടിയും നടന്നു. അപ്പം മതത്തിനേക്കാൾ കൂടുതൽ പണവും ഇതിൽ സ്വാധീനിച്ചിട്ടുണ്ടെന്നുള്ളതാണ് വ്യക്തം. അതിനുവേണ്ടി ഇന്ത്യയെ ഒറ്റുകൊടുത്ത ദുഷ്ട നീച നികൃഷ്ട വർഗമാണവർ എന്നുള്ളത് തെളിഞ്ഞു കഴിഞ്ഞു.